രജിലെ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി കോഹ്ലി T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു എന്നതുകൂടിയാണ്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവരുടെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ്, അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഒരു കിരീട നേട്ടത്തോടു കൂടി തന്നെ ഈ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ അവരൊക്കെ പാഷനായി കണ്ട, അവരെ അത്രയേറെ സ്നേഹിച്ച ഒരു രംഗത്തോട് വിട പറയുക എന്നതും ഒരു അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ വലിയ നിരാശയോടെ പിൻവാങ്ങേണ്ടി വരുമായിരുന്നു അല്ലേ. കോഹ്ലി ഒരുപക്ഷെ രോഹിത് ശർമ്മയൊക്കെ ഈ വഴിയിലേക്ക് വേഗത്തിൽ പോകുമെന്ന് അറിയില്ല. 50 മത്സരങ്ങൾ T20യിൽ ജയിച്ച ആദ്യ ക്യാപ്റ്റനാകുന്നു, അല്ലെങ്കിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെ കപ്പടിക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറുന്നു T20 ലോകകപ്പിൽ. അങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉണ്ടല്ലേ രജിൽ? തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു സന്ദർഭമായിരിക്കാം എന്ന തിരിച്ചറിവിൽ തന്നെയായിരിക്കും വിരാട് കോഹ്ലി 2020യിൽ നിന്ന് അന്താരാഷ്ട്ര T20 കരിയർ അവസാനിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുവതാരങ്ങൾക്ക് വേണ്ടി വഴിമാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളുടെ പട്ടികയിൽ തന്നെയാണ് വിരാട് കോഹ്ലിയുടെ സ്ഥാനമുള്ളത്. സച്ചിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പ്ലെയറാണ് വിരാട് കോഹ്ലി എന്ന കാര്യത്തിൽ സംശയമില്ല. എലൈറ്റ് പ്ലെയേഴ്സ് ലോകത്ത് തന്നെ നമ്മൾ എടുത്താൽ ആ കൂട്ടത്തിലൊരു ടോപ്പ് 5-ൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന താരം തന്നെയാണ്. ഈ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്തുകൊണ്ട് ഈ ലോകകപ്പിൽ ഇന്ത്യ കിരീടം ഉയർത്തുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കൂടിയാണ് വിരാട് കോഹ്ലി ഇത്തരമൊരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഏറ്റവും അനുകൂലമായ ഒരു സമയമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സമയം തന്നെ, ഇതാണ് ഏറ്റവും ഉചിതമായ സമയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത്തരമൊരു പ്രഖ്യാപനം 2020യിൽ നിന്നുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആവേശത്തിൽ ഇത്തരമൊരു പ്രഖ്യാപനം വരുമ്പോൾ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളണം എന്ന കാര്യത്തിൽ ഒരു സങ്കടമുണ്ട്. കാരണം വിരാട് കോഹ്ലി വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സങ്കടം ഉണ്ടാവും. കാരണം സമീപകാലത്ത് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുള്ള ഏറ്റവും മികച്ചൊരു താരത്തിൻ്റെ ഒരു വിടവാങ്ങൽ, അതിപ്പം നമ്മൾ എല്ലാ താരങ്ങളുടെയും, അതായത് ഇന്ത്യക്ക് വേണ്ടി വിജയങ്ങൾ ഒരുക്കി തന്ന താരങ്ങളുടെ ഒക്കെ വിടവാങ്ങൽ ആ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ഏറ്റവും ഫൈനലിൽ കപ്പടിക്കാൻ കഴിയുക, ആ ഫൈനലിലെ താരമായി മാറാൻ കഴിയുക, അതും ഏറ്റവും ഇന്ത്യ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന നിമിഷത്തിൽ ആ സമ്മർദ്ദത്തേക്ക് അതിജീവിച്ച് വളരെ ഹീറോയിക്കായ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുക, അതിനൊക്കെ ശേഷം ഒരു വിരമിക്കൽ പ്രഖ്യാപിക്കണമെങ്കിൽ തീർച്ചയായും കോഹ്ലി ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നതായിരിക്കും അല്ലെ. നേരത്തെ വിജയം ലഭിച്ചാൽ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാണ്. അല്ലെങ്കിൽ ഇത്ര ഉടനെ തന്നെ അദ്ദേഹം ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കുന്നതൊക്കെ, ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞിനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം കളിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഫോണിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും കോഹ്ലിയെ സംബന്ധിച്ച് രജിൽ പറഞ്ഞ പോലെ കോഹ്ലിയൊക്കെ പെട്ടെന്നങ്ങ് ടീമിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഹാർഡ് ഹിറ്റർ ആൾ ഏത് സമയത്തും എങ്ങനെയും ഏത് ടീമിനെയും അടിച്ച് പറത്താൻ കഴിവുള്ള ഒരു താരം പോവുക എന്ന് പറയുമ്പോൾ കൃത്യമായ സ്പേസിലേക്ക് ആരെ നമ്മൾ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യുമെന്നൊരു പ്രതിഭകൾ ഒരുപാടുണ്ടെങ്കിലും വിരാട് കോഹ്ലിക്ക് പകരം ഇപ്പോൾ ആരെ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. വരുമായിരിക്കും താരങ്ങൾ അടുത്ത മത്സരങ്ങളിലൂടെയൊക്കെ ഓരോരുത്തർ തെളിഞ്ഞ് വരാമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നേരത്തെയാണോ ഒരു പൊടിക്ക് നേരത്തെയാണോ കോഹ്ലിയുടെ തീരുമാനം? അല്ല, എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും നല്ലൊരു സമയമായി, ഉചിതമായ ഒരു സമയമായി അദ്ദേഹം അത് കാണുന്നുണ്ടാകാം. കാരണം ഇനി ഒരു 2020 ഇതുപോലെയുള്ള ഒരു മത്സരം, അതായത് തുടർച്ചയായി വിജയിച്ചു വരികയാണ് ടീം. ആ ഘട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകകപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകളോ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ താരമാണ്. നിരന്തരം വിരാട് കോഹ്ലിയുടെ പ്രകടനം മോശപ്പെടുന്നു, അല്ലെങ്കിൽ 5 മത്സരങ്ങളിൽ 2 അക്കം കാണാതെ പോലും പുറത്താകുന്നു. ഈ ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 10 റൺസായിരുന്നു ഫൈനൽ വരെ ഉണ്ടായിരുന്നത്. അതായത് 75 റൺസായിരുന്നു 7 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആകെ സമ്പാദ്യം. അപ്പോൾ ആ രീതിയിൽ പ്രകടനം മോശമായോ, അല്ലെങ്കിൽ എന്താണ് വിരാട് കോഹ്ലിക്ക് പറ്റിയത് എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ ഉയരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു ക്ലാസ് പ്രകടനവുമായി ഫൈനലിൽ ഇന്ത്യയെ നയിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ വലിയ തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടമാണ് അത്. ആ ഘട്ടത്തിൽ 2020 പോലൊരു മത്സരത്തിൽ റൺ റേറ്റ് താഴാതെ റൺസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒപ്പം തന്നെ വിക്കറ്റ് കളയാതെയും സൂക്ഷിക്കുക എന്ന് പറയുന്നത് കടുത്ത വെല്ലുവിളിയാണ്. അവിടെയാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ക്ലാസ് പ്രകടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ അത്രമാത്രം സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ കണ്ട ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളിലൊന്നാണ് നമ്മൾ ഇന്ന് കണ്ടത്. താൻ തന്നെ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോവുക, അതേ മത്സരത്തിൽ തന്നെ ഇന്ത്യ വിജയിക്കുക, കിരീടമുയർത്തുക. ഇതിലും നല്ലൊരു ഉചിതമായൊരു സമയം ഇനി അടുത്തതായി തന്നെ പെട്ടെന്ന് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വരണമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉചിതമായൊരു സമയത്ത് അത്തരമൊരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നതായിരിക്കും അദ്ദേഹം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.